ശരി, അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വോയിസ് ഇപ്പം ചെയ്യുകയാണ്. അതിനുശേഷം 1-2 മിമിക്രി വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അപ്പൊ വഴിയെ പറയാം, നമുക്ക് തുടങ്ങാം. ശരി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ ജാതി എന്നുള്ള കാര്യം ഇന്ന് തന്നെ ഞാൻ പോയി സംഘടന എടുത്ത് സംസാരിച്ചിട്ട് വൈകിട്ട് തന്നെ എല്ലാ കേരളം മൊത്തം അറിയിക്കും ഏതാ ഈ ജാതി എന്നുള്ളത്. ഗുഡ് ജോബ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തത് പോരട്ടെ, എന്താണ് അടുത്തയായി വിനായകൻ ചേട്ടന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വിനായകൻ. കൃഷ്ണ, ഞാനാടാ ഗംഗാടാ, വെറുതെ വിളിച്ച ഒരു പണി പാലുകൾ തോന്നണ്ടാ. ഞാൻ കൃഷ്ണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനോടം പൊക്കോണം കേട്ടാ. യെസ്, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെന്റും ഹൈപ്പും ഒന്നും കൊടുക്കാണ്ട്, പക്ഷെ ഭയങ്കര നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അടുത്തയായി ലാൽ ജോസിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. സംവിധായകൻ ലാൽ ജോസിന്റെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സിനിമയിൽ നെൽസനെ വെച്ചൊരു പടം എടുക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ അത് ഒരുവിധം നടന്ന് എന്നുള്ളതാണ്. നെൽസൺ ചേട്ടൻ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും നെൽസന് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും ആ ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എൻ്റെ ആഗ്രഹം നമ്മുടെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഈ വേദിയിലിരിക്കുന്ന ഉല്ലാസ് പന്തളം ചേട്ടനെ വെച്ച് എനിക്കൊരു സിനിമ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ നായികയായിട്ട് ചേച്ചിയെ ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്തതായി ദുൽഖറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ദുൽഖർ സൽമാൻ. അതേടാ, നിങ്ങൾ തെരുവട്ടിയ കുടുംബങ്ങളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പില്. അത് കെട്ടിയിരിക്കുന്ന സിമെന്റ് കല്ലും കൊണ്ടൊന്നും അല്ലടാ, 1-ാം തരം കട്ട പിടിച്ച ചോര കൊണ്ട. എങ്ങനെയൊക്കെ ചോരയുടെ വിളി കേക്കടാ. അടുത്തതായി ഒരു കാലത്ത് ആക്ഷൻ ഹീറോ ആയിട്ട് വന്ന് ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ജയൻ സാറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പെമ്പിള്ള റോഡിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ലല്ലേ? എടാ, നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? അടുത്ത് ഇനി കുറച്ച് മിമിക്രി സൗണ്ടിന് ഇതോട് പറ്റില്ല. ഞാൻ പാട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാം. ജാനകിയമ്മയുടെ ശബ്ദത്തില് ഒരു പാട്ട് പാടാൻ പോവാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അസലായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി.